ഈശ്വംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 4-ാം അധ്യായം 9-ാം വാക്യം. അവൻ പറഞ്ഞു, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. വിധക്കാരൻ്റെ ഉപമ പറഞ്ഞതിന് ശേഷം ഈശോ പറയുന്ന വചനമാണത്, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. സ്നേഹമുള്ളവരെ, വചനം കേൾക്കാനായിട്ട് നമുക്കിഷ്ടം ഉണ്ടാവണം. പക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇന്ന് അതിന് നമ്മൾ പരിശ്രമിക്കുന്നില്ല. വചനം കേൾക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഇന്ന് ഏറി വന്നിട്ടുണ്ടല്ലേ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച പള്ളിയിൽ പോകുമ്പോൾ വിശുദ്ധ കുർബാന മധ്യയാണ് വചനത്തിൻ്റെ പ്രസംഗങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്നൊക്കെ നമ്മുടെ കയ്യിൽ സോഷ്യൽ മീഡിയ ഉണ്ടല്ലേ, മാധ്യമങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, യൂട്യൂബ് നമുക്കെല്ലാവർക്കും ഉണ്ട്. പക്ഷേ നമ്മുടെ ഈ യൂട്യൂബിൻ്റെ അകത്ത് വരുന്ന വചനം പോലും കേൾക്കാനായിട്ട് പറ്റുന്നില്ല. വചനം കേൾക്കുമ്പോഴാണ് എൻ്റെ ഹൃദയത്തിൽ ദൈവം കടന്നു വരിക. വചനം കേൾക്കാനായിട്ട് ലഭിക്കുന്ന ഓരോ അവസരവും പൂർണ്ണമായിട്ട് പ്രയോജനപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കണം. വചനത്തെ സ്നേഹിക്കാനായിട്ട് എനിക്ക് സാധിക്കണം. അതുകൊണ്ടാണ് വചനത്തിൽ കൃത്യമായിട്ട് പറയുന്നത് അല്ലേ, ഈ വിതക്കാരൻ്റെ ഉപമയിൽ എന്താ വിതയ്ക്കുന്നത്? എന്താ ഈ വചനമാണ് വിതയ്ക്കുന്നത്. വിതയ്ക്കുന്ന ഈ വചനം 100 മടങ്ങ് ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് എനിക്ക് സാധിക്കണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ആ വചനത്തെ സ്നേഹിക്കാനായിട്ട് പറ്റണം. ആ വചനം വളരുവാൻ തക്കവിധം എൻ്റെ ജീവിതത്തെ ഒരുക്കുവാനായിട്ട് എനിക്ക് സാധിക്കണം. ഒരുപക്ഷെ നമ്മളൊക്കെ ആയിരിക്കുന്ന ഈ ലോകത്തിൽ ഇന്ന് നമ്മളതിനു വേണ്ടി പരിശ്രമിക്കുന്നില്ല. വചനം വായിക്കാനായിട്ടോ വചനം കേൾക്കാനായിട്ടോ ലഭിക്കുന്ന ഓരോ അവസരങ്ങൾ നമ്മൾ പാഴാക്കിക്കൊണ്ടിരിക്കുക. ചടങ്ങ് തീർക്കുന്നത് പോലെ ശകലം നേരം മാത്രം വചനം വായിച്ചാൽ പോരാ. ഈ വചനത്തെ നീ സ്നേഹിച്ചാൽ, സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതം നന്മ നിറഞ്ഞതായിട്ട് തീരും. നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരു വലിയ ശക്തി കിട്ടും. വചനം എന്താണ്? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലേ, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. വചനം പഠിക്കുന്നവൻ ആരെയാണ് പഠിക്കുന്നത്? ദൈവത്തെയാണ് പഠിക്കുന്നത്. വചനം എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ, എൻ്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ, എൻ്റെ കരങ്ങളിലുണ്ടെങ്കിൽ എൻ്റെ കൂടെ ആരുണ്ട്? എൻ്റെ ദൈവമുണ്ട്. സ്നേഹമുള്ളവരെ, ഈ ഒരു ബോധ്യം നമുക്കുണ്ടാവണം. അതുകൊണ്ടാണ് വചനം കേൾക്കാനായിട്ട് ലഭിക്കുന്ന ഓരോ അവസരവും പൂർണ്ണമായിട്ട് പ്രയോജനപ്പെടുത്താനായിട്ട് പറ്റണം. ആ വചനം കേട്ടാൽ മാത്രം പോരാ കേട്ടോ, അത് ഫലം പുറപ്പെടുവിക്കണം. ആ വചനത്തെ സ്വീകരിക്കുവാൻ തക്കവിധം എൻ്റെ ഹൃദയത്തെ ഒരുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈശോ കേൾക്കാൻ ചെവിയുള്ളവൻ ചെവി തുറന്ന് നന്നായിട്ട് കേൾക്ക്. കേട്ടാൽ മാത്രം പോരാ, ഈ കേൾക്കുന്ന വചനം നിന്റെ ജീവിതത്തിൽ നീ പ്രാവർത്തികമാക്കും. നിനക്ക് ഒത്തിരിയേറെ നന്മകളും അനുഗ്രഹങ്ങളും ലഭിക്കും. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വചനത്തെ കൂടുതൽ സ്നേഹിക്കുവാനായിട്ട്, വചനമാകുന്ന മിശിഹായുടെ കരം പിടിച്ചുകൊണ്ട് ഈ ലോക ജീവിതത്തിൽ വിശുദ്ധിയോടുകൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കുക. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.